മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും കട്ട വയലൻസ് കൊണ്ടും കട്ട ചോര കൊണ്ടും കോടികൾ സ്വന്തമാക്കാമെന്ന് തെളിയിച്ച മാർക്കോ എന്ന ചിത്രത്തിൻ്റെ 4 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 4 ദിവസത്തെ കളക്ഷനെ കുറിച്ച് പറയുന്നതിൻ്റെ മുന്നേ തന്നെ 3 ദിവസത്തെ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ച് പറയാതെ വയ്യല്ലോ. 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിൻ്റെ ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷനായി പറയപ്പെടുന്നത് 31 കോടി 30 ലക്ഷം രൂപയാണ് ചിത്രത്തിൻ്റെ ടോട്ടൽ ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ. എന്നാൽ ചിത്രത്തിന്റെ 4-ാം ദിവസമായ ആദ്യ തിങ്കളാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്നും ആദ്യ തിങ്കളാഴ്ച 4 കോടിയിൽ താഴാതെ 4 കോടിയോളം കളക്ഷൻ തന്നെ ചിത്രത്തിന് നേടാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ആദ്യ തിങ്കളാഴ്ച ഭീകരമായിട്ടുള്ള ഒരു കളക്ഷൻ, ഞെട്ടിക്കുന്ന ഒരു കളക്ഷനിലേക്ക് തന്നെയാണ് ചിത്രത്തിന് ചെന്നെത്താൻ സാധിച്ചിട്ടുള്ളത്. 4 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 38 കോടി 39 കോടി റേഞ്ചിലാണ്. 5-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലെ ബുക്കിംഗും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ബുക്ക് മൈ ഷോ ആപ്പ് എടുത്ത് പരിശോധിച്ച സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. 10:35 സമയമാകുമ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 6000-ഓളം ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി ഉണ്ടെങ്കിലും ബാക്കിയുള്ള സ്ഥാപനങ്ങളെല്ലാം വർക്കിംഗ് ഡേയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എന്നിട്ട് ചൊവ്വാഴ്ച ഭീകരമായിട്ടുള്ള ഒരു സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നേറാൻ ചിത്രത്തിന് സാധിക്കുന്നു. രാവിലത്തെ ചിത്രത്തിന്റെ ട്രെൻഡ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്നും ഈ ഒരു ചിത്രം കേരളത്തിൽ നിന്നും 4 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനുള്ള എല്ലാവിധ സാധ്യതയും നാം കാണുന്നു. കട്ട ചോര കൊണ്ട് വേറെ ലെവലിലേക്ക് സഞ്ചരിക്കുന്ന മാർക്കോ എന്ന ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എവിടെ ചെന്നെത്താനാണ് സാധ്യത? നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജനുജനാസ്.